അറഫാ ദിനം ഞായറാഴ്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ സംശയം, അല്ല ഉസ്താദേ, അതെങ്ങനെ ഞായറാഴ്ച ആകുന്നത്? സൗദി അറേബ്യയിൽ മക്കയിൽ അറഫ സംഗമം എപ്പോഴാണ്? ശനിയാഴ്ച അല്ലേ? അവർക്ക് പെരുന്നാൾ ഞായറാഴ്ച, ശനിയാഴ്ച അറഫ സംഗമമല്ലേ? അപ്പോൾ അറഫ സംഗമമായിട്ട് അറഫാ ദിനമായിട്ടാണ് കൊണ്ടാടുന്നതെങ്കിൽ അവർ മദീനയിൽ മക്കയിലൊക്കെ അവർ അറഫാ ദിനം എന്നാണോ, എപ്പോഴാണ് അവർ അറഫയിൽ സംഗമിക്കുന്നത്? ആ ഒരു ദിവസത്തിലല്ലേ നമ്മൾ അറഫാ ദിനമായി ആചരിക്കേണ്ടത്, ആ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ചോദ്യം. യഥാർത്ഥത്തിൽ ഐക്യപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അനിസ്ലാമികമായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ വേണം നമ്മുടെ അമലുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമുക്ക് തോന്നുന്നത്, ഹൈറായി തോന്നുന്നത് അങ്ങനെ ചെയ്യലല്ല. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണ്? ദുൽഹജ്ജ് 1 പറന്ന് അങ്ങനെ ദുൽഹജ്ജ് 1, 2, 3, 9 ആകുമ്പോഴാണ് നമ്മുടെ അറഫാ ദിനം, അപ്പോഴാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അതേ പ്രകാരം തന്നെയാണ് അവിടെയും. അവിടെ മാസം കണ്ടത് 1 ദുൽഹജ്ജ് 1 ആയി, 2 ആയി, 3 ആയി, 9 ആയി, അങ്ങനെ 9 ആകുമ്പോഴാണ് അവിടെ അറഫാ ദിനമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ രൂപത്തിൽ നമ്മളും ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല. ഓരോ നാട്ടിലും മാസം കാണുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറഫാ ദിനവും പെരുന്നാളും എല്ലാം വരുന്നത്. ഇതേ പ്രകാരം തന്നെ പെരുന്നാൾ ഒന്നിച്ചാകുന്നതിനെ സംബന്ധിച്ച് ആളുകൾ പറയും. പക്ഷെ അതെങ്ങനെയാണ്? യഥാർത്ഥത്തിൽ മാസം കാണുന്നതിനനുസരിച്ചിട്ടാണ്. ഒരു നാട്ടിൽ മാസം കാണുമ്പോഴാണ് അവിടെ റമദാൻ ആരംഭിക്കുന്നതും പോലെ തന്നെ പെരുന്നാൾ കൊണ്ടാടുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർക്ക് ഐക്യപ്പെട്ടുകൊണ്ട് അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കണം എന്നുള്ളവർ ശനിയാഴ്ച കൂടെ നോമ്പ് അനുഷ്ഠിക്കണം. ശനിയാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ടല്ലോ. അറഫാ ദിനത്തിന് ഞായറാഴ്ചയാണ് നമുക്ക് അറഫാ ദിനം. ഇപ്പോൾ ഞായറാഴ്ച നമുക്ക് നോമ്പനുഷ്ഠിക്കൽ സുന്നത്ത്, നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായതുപോലെ തന്നെ ശനിയാഴ്ചയും നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് വേണ്ട. ദുൽഹജ്ജിലെ 9 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണല്ലോ. അത് എത്രത്തോളം എന്ന് വെച്ചാൽ അത് റമളാനിലെ അവസാനത്തെ 10-നേക്കാൾ ശ്രേഷ്ഠതയാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അത് സ്വീകാര്യമല്ലെങ്കിലും വളരെയധികം സ്ഥാനമുണ്ട്. ദുൽഹജ്ജിലെ 1 മുതൽ 9 വരെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് 8-ന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്, സുന്നത്ത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഐക്യപ്പെടണം എന്ന് താല്പര്യമുള്ള ആളുകളും കൂടുതൽ കൂലി ആഗ്രഹിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളും എന്ത് ചെയ്യണം? ശനിയാഴ്ചയും ഞായറാഴ്ചയും നോമ്പനുഷ്ഠിക്കണം. അള്ളാഹു നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.